നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? നമ്മൾ പിന്നിൽ നടന്ന വഴികളെ പറ്റി അധികം ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരുപാട് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ഒരു നോർമൽ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും, നമ്മൾ കൂടുതലും ജീവിക്കുന്നത് നമ്മുടെ പാസ്റ്റിലാണ്, കഴിഞ്ഞ കാലങ്ങളിലും ഓർമ്മകളിലുമാണ്. കൂടുതൽ ടൈമും നമ്മൾ കടന്നു പോകുന്നത്, കൂടുതൽ ടൈമും നമ്മൾ ചിന്തിക്കുന്നത് ഈ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ കാര്യം, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ നോളജ് ലെവൽ, നമ്മൾ പഠിച്ചിട്ടുള്ള നോളജ് ലെവൽ. നമ്മൾ ഇതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇന്ന് നമ്മുടെ കയ്യിൽ പൈസയില്ല, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ആരോഗ്യം കുറവാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അധികം പഠിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഒരു എക്സാമിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അധികം പഠിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? നേരത്തെ നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു, ഞാൻ ആ സമയമൊക്കെ വെറുതെ കളഞ്ഞു, എനിക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്, എനിക്ക് ചെയ്യായിരുന്നു, എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യായിരുന്നു. പല ആളുകളും എന്നോട് പറഞ്ഞതാണ്, രാവിലെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക, ആഹാരമൊക്കെ നന്നായിട്ട് ക്രമീകരിക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് പല ആളുകളും സജഷൻസ് പറഞ്ഞാണ്. ഞാനതൊന്നും കേട്ടില്ല. പിന്നെ പറയുന്നതാണ് പണം സമ്പാദിക്കുന്ന കാര്യം. ഇപ്പം പല ആളുകൾ എന്നോട് പറഞ്ഞാണ് നല്ലൊരു ജോലിക്ക് പോകും എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നീ പഠിക്കേണ്ടത്, ഇതിൽ നിനക്ക് ജോലി വാങ്ങി തരണമെന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് പോയി പഠിക്കേ, അത് പഠിച്ചാലേ നിനക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾ എന്നോട് പറഞ്ഞതായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നതെന്നാണ്. എന്നാൽ അല്ല, നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നത് നമ്മളുടെ പാസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിലാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തിന്റെ ഏകദേശം കൂടുതൽ പങ്കും നമ്മൾ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത്? അതൊരു വളരെ എന്താ പറയുക, നന്നായിട്ട് നിങ്ങളെ തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കണം. കാരണം എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിന്തിക്കുന്നത് നമ്മുടെ പഴയ കാര്യങ്ങളെ പറ്റിയിട്ടും പണ്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? സോ ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്നിൽ നിൽക്കണം. ഇന്നിൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രസന്റ് മൊമെന്റിൽ നിൽക്കണം. ഈ പ്രസന്റ് മൊമെന്റിലുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ ചിലപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണണമെന്നില്ല, പക്ഷേ നമ്മളൊന്ന് തിരഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ, അതായത് നമ്മൾ മുട്ടി നോക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങണം, അതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം പിന്നിൽ നടന്ന വഴികളെ പറ്റി ഓർക്കാതിരിക്കുക എന്നുള്ളതാണ്. നല്ല നല്ല ഓർമ്മകൾ കാത്തു സൂക്ഷിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും, നല്ലതായാലും ചീത്തയായാലും ഒക്കെ കഴിഞ്ഞ കാര്യമാണ്, കഴിഞ്ഞതാണ്. അത് നമ്മൾ ക്യാരി ചെയ്യുന്നിടത്തോളം അത് നമുക്ക് എപ്പോഴും ഒരു ബേർഡൻ ആണ്. ഇന്ന് നമുക്ക് ക്യാരി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പഴയ കാര്യങ്ങളൂടെ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ ആ ഭാരവും കൂടെ നമ്മുടെ ചുമലിലേറ്റുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. മുന്നോട്ട് നടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പിന്നിൽ നടന്ന വഴികളും നമ്മൾ പിന്നിൽ നടന്ന എക്സ്പീരിയൻസസും ഒക്കെ അവിടെ തന്നെ ഉപേക്ഷിക്കുക, അതിനെപ്പറ്റി വിസ്മരിക്കുക, അല്ലെ അതിനെ മറക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല മാർഗം, നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യവും ഇത് തന്നെയാണ്.